ചലനം, പിന്നെ ഓരോ നോട്ടങ്ങളുടെ പ്രസക്തി, അതിൻ്റെ സന്ദർഭം, പിന്നെ അത് അത്രയും കാലം സ്റ്റേജിൽ അഭിനയിച്ച പരിചയമാണ്. വളരെയധികം ഗുണം ചെയ്യുന്നുണ്ട് അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിൻ്റെ വലിയൊരു കഴിവ് സ്റ്റേജിൽ നമ്മൾ കാണുമ്പോൾ കറക്റ്റായിട്ട് നാടകത്തിന് ചേർന്ന് നാടകീയതയോടുകൂടി അഭിനയിക്കും. പക്ഷേ സിനിമയിൽ വന്ന ശേഷം ഒരിക്കലും ഒരു നാടകീയതയും പുള്ളി സിനിമയിൽ കാണിച്ചിട്ടില്ല. അങ്ങനെ ചെയ്യുന്ന നമ്പർ 1 ആർട്ടിസ്റ്റാണ് തിലകൻ. പഴയ തിലകനാണ്. മലയാള സിനിമ പഴയ സിനിമയല്ല, മലയാള സിനിമയല്ല. മറക്കേണ്ട കാര്യങ്ങളായിട്ട് ഒന്നുമില്ല. വിശ്വസിക്കുകയാണ്. ഓർക്കാൻ കഴിയുന്നതെല്ലാം ഓർത്തിരിക്കും, അല്ലെങ്കിൽ സമൂഹം വൃത്തികേടാണ്. ആയ കാലത്ത് കൊന്നും കൊലവിളിയും നടത്തി കുടുംബം പോയി. 12 കൊല്ലം ജയിലിൽ കിടന്നു. ഇപ്പൊ ഈ മരിക്കാൻ കാലത്ത് എന്തായാലും ജാതി കഴിഞ്ഞിട്ടില്ല രാമ, ഒന്നൂടുണ്ട് ബാക്കി. തായ് വേര് വരെ ഇറക്കും, എന്നിട്ട് എന്റെ അനുജന്മാരെ തല്ലിക്കുമല്ലേ? ഞങ്ങൾ ചേട്ടാനിമാർ പലതും ഉണ്ടാവും, അത് കണ്ടിട്ടായിരിക്കും. ഇനി എന്റെ അനുജന്മാരുടെ ദേഹത്തെങ്ങാനും ഒരു തരി മണ്ണ് നുള്ളിട്ടാണുണ്ടല്ലോ തള്ളേ, ഈ നിൽക്കുന്നവന്മാരുടെ കാര്യത്തിന് പോലെ തലയുണ്ടാവില്ല. അതിന് ഞങ്ങൾക്ക് റൗഡികളുടെ ആവശ്യമൊന്നുമില്ല, നേരിട്ട് വന്ന് ചെയ്യും. പാലന പറയുന്നു. സംശയമാണോ പട്ടികളെ? ഇപ്പഴാ നിന്റെ ഹോംവർക്ക് എനിക്ക് പിടികിട്ടിയത്. കയറി കിടക്കണ. എനിക്ക് വരയ്ക്കാനുണ്ട്. തലവരെ ആയിരിക്കല്ലേ? അമ്പട കേമാ സണ്ണി കുട്ട. തെണ്ടിയേക്കാമെന്ന് നേർച്ചയുണ്ട്. തെളിപ്പ് കണ്ട എന്നെ തെണ്ടിക്കല്ലേ ഭഗവാനെ എന്ന് പറഞ്ഞാണ് ഞങ്ങളൊക്കെ നേർച്ച നേരണത്. നിങ്ങൾ തെണ്ടിയേക്കാവുന്ന അത് ദൈവത്തിനിട്ടൊരു വെപ്പല്ലേ? എന്റെ തലയിലെ എനിക്ക് പാലുണ്ടോ? നീ എന്റെ ഭാര്യ ചോദിക്കും. ഈ ഷർട്ട് അങ്ങനെ ഉണ്ടാക്കിയാണോ? അല്ല, ഇത് വിദേശീയനാണ്. നിങ്ങളെ സാക്ഷി നിർത്തി ഇത് ഞാൻ ഈ വിദേശ വസ്ത്രം എനിക്ക് ആവശ്യമില്ല. ഈ പാന്റ് ഇതും എനിക്ക് ആവശ്യമില്ല. നിങ്ങളുടെ മുമ്പിൽ വെറും ഒരു പച്ച മനുഷ്യനായിരിക്കാനാണ് എനിക്ക് ആഗ്രഹം. ഞാൻ കണ്ടിട്ടുണ്ട്. മോന് നെഞ്ചിഷ്ടയുടെ ദർഗയിലേക്ക് പോകായിരുന്നു. അജ്മീരത്തിന് മുമ്പേ ഇതുപോലൊരു മഴ. അപ്പൊ തോന്നിപ്പോ ജന്നത്തിലേക്ക് ഇനി അധികം ദൂരമില്ലാന്ന്. നമ്മൾ ഒരുപാട് കാലം കാത്തിരുന്ന ഒരു റിപ്പോർട്ടാണ്. എന്തായാലും നേരം വഴുകിയെങ്കിലും എന്തിനാണ് ഈ റിപ്പോർട്ട് എത്ര കാലം പൂഴ്ത്തി വെച്ചതെന്ന് മാത്രമേ മനസ്സിലാവാത്തുള്ളൂ. എനിക്ക് തോന്നുന്നത് ഹേമ കമ്മിറ്റി തിലകൻ ചേട്ടന്റെ ആത്മാവാണോ സംശയം. അദ്ദേഹം തിരിച്ചു വന്നതുപോലെ ഉണ്ട്. സത്യം പറയാണ്, എനിക്ക് അമ്മയോട് ബഹുമാനമാണ്. എന്നെ പെറ്റമ്മയോടും അമ്മ എന്ന സംഘടനയോടും എനിക്ക് ബഹുമാനമാണ്. ഒരാൾ പോലും അമ്മയ്ക്കെതിരായി തിലകൻ സംസാരിച്ചു എന്ന് പറയരുത്. അങ്ങനെ പറയുന്നുണ്ട്, അതെന്നെ ബ്ലെയിം ചെയ്യാൻ വേണ്ടിയാണ്. ഞാൻ തുറന്നു പറയുന്നു, അമ്മയോട് എനിക്ക് ബഹുമാനമാണ്, അമ്മ എന്ന സംഘടനയോടും. പക്ഷെ ആ സംഘടനയിലിരിക്കുന്ന എക്സിക്യൂട്ടീവിലെ ചില അംഗങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികൾ വളരെ മോശമാണ്. ഒരു മാഫിയ പോലെയാണ്, തീവ്രവാദപരമാണ്. അതുപോലെ തന്നെ ഫെബ്കൈൽ ഒരു നടന് തൊഴിലാണ് അവൻ അഭിനയിക്കുക എന്ന് പറയുന്നത്. പക്ഷെ കലയും കൂടെ, വെറും തൊഴിലല്ല. കല നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ്. അതില്ലാതൊരു സമൂഹം ഒരിക്കലും നല്ല രീതിയിൽ പോകില്ല.